അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കളെ ശരിക്കും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. താങ്കളെ ഇവിടെ കിട്ടിയതിൽ സന്തോഷം. കാരണം താങ്കളെ കൊച്ചു പെട്ടിക്കകത്ത് ബോക്സിനകത്ത് കാണാറുള്ളൂ. ഇപ്പോൾ വലിയ സ്ക്രീനിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഇപ്പോൾ ഇ ഡി മിക്കവാറും പ്രതികളുടെ വീട്ടിലൊക്കെ പോയി 21 ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി, അന്വേഷണമൊക്കെ നടത്തി. അപ്പോഴും ഈ തന്ത്രിയുടെ വീട്ടിൽ ഇ ഡി പോയില്ല. അങ്ങനെ ചില പരാതികൾ ചില സ്ഥലങ്ങളിൽ ഉയർന്നു കിട്ടും. അപ്പോൾ ഞാൻ ഈ കേരള ഹൈക്കോടതിയിൽ ഒരാളുടെ സീനിയറായ ഒരു അഭിഭാഷകനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് തന്ത്രിക്കെതിരെ എന്ത് തെളിവുകളെ അവർ കൊണ്ടുവരാൻ പറ്റുക എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഇ ഡി അങ്ങോട്ട് പോകാഞ്ഞത് എന്ന്. ഒരു പ്രശസ്തനായ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? SITയുടെ അന്വേഷണം അതിൽ നടന്നിരിക്കുന്ന കൊള്ളയും അതിലെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന മുതലായ ക്രിമിനൽ കുറ്റങ്ങൾ തെളിയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവിടെ നടന്നിരിക്കുന്ന ആരൊക്കെയാണ് അതിൽ പങ്കുള്ളത്, ഹൈക്കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്രിമിനൽ ഒഫൻസസുകളാണ്. ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത് ആ ഒരു കുറ്റം നടന്നതിന് ശേഷം അതിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം എന്ന് പറയും. ആ കുറ്റത്തിൽ നിന്ന് കിട്ടിയ അവിടെ നിന്ന് ഉണ്ടായ കള്ളപ്പണം ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അത് ഉപയോഗിച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ, എവിടെയെങ്കിലും അത് ഇറക്കിയിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും അതിൻ്റെ ഒരു മണി ട്രെയിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുകൾ ഈ അന്വേഷണ ഏജൻസി തന്നെ കൈമാറിയിട്ടുണ്ടെങ്കിൽ, SIT കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇ ഡി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് തന്ത്രിയുടെ വീട്ടിൽ എന്തുകൊണ്ട് ഇ ഡി പോകുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അല്ല, അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടാക്കാൻ പ്രത്യേകിച്ച് കോടതി നിൽക്കാൻ പ്രയാസമാണ് എന്നാണ് ഈ അഭിഭാഷകൻ എന്നോട് പറഞ്ഞത്. ഇതുവരെയുള്ള വസ്തുതകൾ കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം തന്ത്രിക്ക് അതിനകത്ത് എന്താണ് നേരിട്ടുള്ള പങ്കെന്നുള്ളതിന് യാതൊരു ന്യൂസും കണ്ടിട്ടില്ല. അപ്പം തന്ത്രി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നു. അതിൽ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ കുറേ ചുമതലകളുണ്ട്. അതിൽ ഡയറക്റ്റായിട്ട് പങ്കുള്ളവർ ആണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തന്ത്രി ഈ കാര്യം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിന് ഒരു ക്രിമിനൽ നിയമത്തിലുള്ള ഒരു കുറ്റവും ശിക്ഷയും ഒന്നും പറയുന്നില്ല. ഒരു ഡയറക്ഷനാണ് തന്ത്രി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നേരത്തെ ഒരു പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ന്യൂസ് വായിച്ചു. അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മിസ്കോണ്ടക്റ്റ് എന്നോ ആ രീതിയിൽ ചിലപ്പോൾ വീക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷെ ഒരു ക്രിമിനൽ കുറ്റം ആരോപിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ നിയമത്തിലെ തക്കതായിട്ടുള്ള ഒരു വകുപ്പ് ലംഘിച്ചതായിട്ട് കാണണം. അതിനകത്ത് ഈ അല്ലെങ്കിൽ ചെയ്ത ആളുകൾക്ക് ഒപ്പം ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയോ അതിനെ സഹായിക്കുകയോ ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് വരണം. ആ തെളിവ് വരാത്തിടത്തോളം പ്രതിപട്ടികയിൽ ചേർന്നാലും പ്രയാസമാണ് അതിൽ കോടതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കാനുള്ളത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ശബരിമലയെ സംബന്ധിച്ച് വേറൊരു കാര്യം അതിൻ്റെ സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളട്ടെ. ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഈ ക്രിമിനൽ കുറ്റം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ്. നമുക്കറിയത്തില്ല ആർക്ക് എത്ര പങ്കുണ്ടെന്നുള്ളത്. കോടതി ആരെങ്കിലും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ എല്ലാവരും നിരപരാധികളാണെന്നുള്ള ഒരു പ്രിസംഷൻ എല്ലാ കേസുകളിലും ഉണ്ട്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആരാണ് ഭരണത്തിലിരിക്കുന്നതെങ്കിലും ഫോട്ടോ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുത്തതുകൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആരൊക്കെ ആണ് അതിൽ പങ്കെടുത്തത് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അത് കോടതി കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മതി. അതുവരെ നമ്മുടെ ചർച്ചകളിൽ അവരെല്ലാം ആരോപിതർ മാത്രമാണ്, നിരപരാധികളാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള സമൂഹവും കാണുന്നത്, വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ വിശ്വാസികൾ പറയുന്നത് ഇതുപോലൊരു കുറ്റകൃത്യം നടക്കുന്നത് തീരെ വിശ്വാസം ഇല്ലാത്തവരായിരിക്കണം. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് വിശ്വാസം പോയതാണെങ്കിലും അവർക്ക് ഒരു പക്ഷേ 25 കൊല്ലമൊക്കെ ഏറ്റവും ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒന്നുകിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതിൽ അവിടെ ഒരു മാറ്റി നിർത്തൽ, ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഞാൻ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി അവിടെ കയറിയപ്പോൾ അവിടെ ഒരു ശുദ്ധികലശമൊക്കെ നടത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭരണഘടനാപരമായ സാധുതയും ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. കാരണം ദളിതയായിട്ടുള്ള സ്ത്രീയാണ്. പിന്നെ ആ ഒരു സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് പോലും അൺടച്ചബിലിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് സ്റ്റേറ്റിന്, സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് സ്റ്റേറ്റിന് എന്താണ് ഇങ്ങനെയുള്ള റിലീജിയസ് അഫയേഴ്സിൽ പങ്ക്? സ്റ്റേറ്റ് ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു. എന്തിനാണ് ഗവൺമെൻറ്റുകൾ ഇതിനകത്ത് എത്രമാത്രം ഇൻ്റർഫിയർ? അങ്ങനെ രണ്ട് രീതിയിൽ ഇപ്പോൾ അത് നേരത്തെ തന്നെ ഉള്ളൊരു വാദമാണ്. അത് നേരത്തെ തന്നെ ഉള്ളൊരു ആവശ്യമാണ്. അതിപ്പോൾ കുറച്ചുകൂടി ശക്തിപ്പെടും. അതിനൊരു പ്രധാന കാരണം
ആരാണോ ഇത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ അവർ തന്നെ ഇതിനകത്ത് ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കുണ്ടെന്നുള്ളൊരു നിലയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ആ വാദത്തിന് ബലം കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കൊള്ള അത് എത്രമാത്രം പങ്കുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്. ആ വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ സാധാരണ വിശ്വാസം ഉള്ളവരുണ്ട്, പക്ഷെ ആരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, ആ ഒരു ചോദ്യം അവിടെ വരുന്നു.